എല്ലാ ശ്രോതാക്കൾക്കും പാവങ്ങളിലേക്ക് സ്വാഗതം. മരിക്കുന്നതിനു മുമ്പ് എപ്പോന്നൈൻ മരിയൂസിന് കൈമാറിയ കത്ത് കൊസേത്തിൻ്റേതായിരുന്നു. റാങ്വാൾറാങ് കൊസേത്തിനെയും കൂട്ടി വീട് വിട്ടുപോകുവാൻ തീരുമാനിച്ച സമയത്താണ് കൊസേത്ത് മരിയൂസിനുള്ള കത്തെഴുതിയത്. തപാലിലിടാൻ നേരം കിട്ടാത്തതിനാൽ ഗേറ്റിനരികിൽ നിന്നിരുന്ന എപ്പോന്നൈനെ കത്ത് കൊസേത്ത് ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അതിൽ അവർ അവിടെ നിന്നും പോകുന്നതിനെക്കുറിച്ചുള്ള വിവരമാണ് കൊസേത്ത് എഴുതിയിരുന്നത്. ഒരാഴ്ചയ്ക്കുള്ളിൽ അവർ ഇംഗ്ലണ്ടിലെത്തുമെന്നും തൽക്കാലം റ്യൂദ്ലോം അർമേയിൽ 7-ാം നമ്പർ വീട്ടിലുണ്ടാകുമെന്നും എഴുതിയിരുന്നു. കത്തു വായിച്ച മരിയൂസ് ചിന്താധീനനായി. വിവാഹത്തിനു മുത്തച്ഛന്റെ സമ്മതം കിട്ടിയില്ല. കൊസേത്തും അവളുടെ അച്ഛനും ഫ്രാൻസ് വിട്ട് ഇംഗ്ലണ്ടിലേക്ക് പോകുന്നു. ഇവിടെയാണെങ്കിൽ ആഭ്യന്തര ലഹള പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. എല്ലാം കൊണ്ടും തടസ്സം തന്നെ. ഇനി കൊസേത്തുമൊത്തുള്ള ജീവിതം പ്രതീക്ഷയില്ല. മരിയൂസ് ഒരേടിൽ കാര്യങ്ങൾ വിശദമായി എഴുതി. കൂട്ടത്തിൽ താൻ മരിക്കുവാൻ പോവുകയാണെന്നും കൊസേത്ത് ഈ കത്ത് വായിക്കുന്ന സമയം മരിയൂസിന്റെ ആത്മാവ് അവളുടെ അടുത്തുണ്ടാകുമെന്നും അതിലെഴുതിയിട്ടുണ്ടായിരുന്നു. മരിയൂസ് തന്റെ പോക്കറ്റ് പുസ്തകത്തിൽ ഇപ്രകാരം എഴുതുകയും ചെയ്തു: എന്റെ പേര് മരിയൂസ് പോങ് മേഴ്സി എന്നാണ്. എന്റെ ശവം റ്യൂദെ ഫിൽ ദ്യൂ കൽവേറിൽ 6-ാം നമ്പർ വീട്ടിലുള്ള ഗിൽനോർമാൻ മുത്തച്ഛന് എത്തിച്ചു കൊടുക്കണം. പുതിയ വീട്ടിലെ താമസം കൊസേത്തിനു ഒട്ടും തന്നെ ഇഷ്ടമായില്ല. പഴയ വീട്ടിൽ നിന്നും പോരാതിരിക്കുവാൻ അവൾ ശാഠ്യം പിടിച്ചു നോക്കിയെങ്കിലും റാങ് സമ്മതിച്ചില്ല. ഇവിടെ റാങ്ങിനു കുറച്ചു സ്വസ്ഥത കിട്ടി തുടങ്ങിയിരുന്നു. പാരീസിൽ ലഹള തുടങ്ങിയെന്ന് ജോലിക്കാരി പറഞ്ഞ നേരം റാങ് എന്തോ ആലോചനയിലായിരുന്നു. അങ്ങോട്ടുമിങ്ങോട്ടും ഉലാത്തിക്കൊണ്ടിരുന്ന റാങ്ങിന്റെ ദൃഷ്ടി കണ്ണാടിയിൽ കണ്ട ഒരു പ്രതിബിംബത്തിൽ പതിഞ്ഞു. അതൊരു കത്തായിരുന്നു. കൊസേത്ത് മരിയൂസിനെഴുതിയ കത്ത്. കത്തു വായിച്ച റാങ്വാൾറാങ് കുറേ നേരം ചിന്തയിലാണ്ടു. ആ കത്ത് ആർക്കു വേണ്ടിയാണ് അവൾ എഴുതിയതെന്ന് റാങ്ങിനു മനസ്സിലായി. മകൾ പ്രണയത്തിൽപ്പെടുമ്പോൾ ഒരു പിതാവിനുണ്ടാകുന്ന അതേ മനോവേദന റാങ്ങും അനുഭവിക്കുകയായിരുന്നു. പെട്ടെന്ന് റാങ് ജോലിക്കാരിയോട് ചോദിച്ചു: ലഹള നടക്കുന്നത് ഏതു പ്രദേശത്താണെന്നറിയാമോ? അത് സങ്മറിയുടെ ഭാഗത്താണ്. റാങ് തെരുവിലേക്കിറങ്ങി. ആ സമയം പള്ളിമണി 11 അടിച്ചു. പെട്ടെന്നെവിടെ നിന്നോ ഒരു ഭയങ്കര ശബ്ദം കേട്ടു. ഒരു പക്ഷേ വഴിക്കോട്ടയിൽ ലഹള തുടങ്ങിയിട്ടുണ്ടാകാം. അന്നേരം തെരുവിലൂടെ നടന്നു വന്നിരുന്ന ഗൗരോഷുകുട്ടി റാങ്ങിന്റെ മുന്നിലെത്തപ്പെട്ടു. എന്തോ ആലോചിച്ചു നിന്ന അവന് വിശപ്പ് മാറ്റാൻ റാങ് പോക്കറ്റിൽ നിന്നും 5 ഫ്രാങ്ക് എടുത്തുകൊടുത്തു. ആ നാണയം തിരിച്ചും മറിച്ചും നോക്കിക്കൊണ്ട് അവനത് റാങ്ങിനു തന്നെ തിരിച്ചു കൊടുത്തു. അതു നിനക്കു വേണ്ടെങ്കിൽ നിന്റെ അമ്മയ്ക്ക് കൊടുത്തോളൂ. റാങ്ങിന്റെ പെരുമാറ്റം ഗൗരോഷ് കുട്ടിക്കു നന്നേ പിടിച്ചു. അവൻ ചോദിച്ചു: നിങ്ങൾ ഈ തെരുവിലെ താമസക്കാരനാണോ? ഈ 7-ാം നമ്പർ വീട് ഏതാണ്? ഇതു തന്നെ. നിനക്കെന്താണ് വേണ്ടത്? എനിക്ക് കൊസേത്ത് എന്ന സ്ത്രീക്ക് ഒരു കത്ത് കൊടുക്കാനുണ്ട്. എനിക്ക് തന്നേക്കൂ, ഞാൻ കൊടുത്തേക്കാം. ഞാനിത് കാത്തിരിക്കുകയായിരുന്നു. ഗൗരോഷ് കുട്ടി കത്ത് റാങ്ങിനു കൈമാറി. ഇതിനുള്ള മറുപടി സങ് മെറിയയിലേക്കാണോ അയക്കേണ്ടത്? അയ്യോ അല്ല, റ്യൂദ്ലെഷങ് പ്രറിയിലെ വഴിക്കോട്ടയിലേക്കാണ് അയക്കേണ്ടത്.
ഇത്രയും പറഞ്ഞുകൊണ്ട് ഗൗരോഷ് വഴിക്കോട്ടയ്ക്കു നേരെ നടന്നു. ഴാങ് തിരിച്ചു വീട്ടിലേക്കും. അപ്പുറത്തെ മുറിയിൽ കൊസേത്ത് നല്ല ഉറക്കത്തിലാണ്. വല്ലാത്ത ഹൃദയമിടിപ്പോടെ ഴാങ് ആ കത്തു തുറന്നു. മരിയൂസിന്റെ വരികൾ ഴാങ്ങിന്റെ ഹൃദയത്തിൽ എവിടെയോ തറച്ചു. വീട്ടിൽ നിന്നിറങ്ങിയ ഴാങ് ഒരു നാഷണൽ ഗാർഡിന്റെ വേഷത്തിൽ തോക്കുമെടുത്തുകൊണ്ട് വഴിക്കോട്ട ലക്ഷ്യമാക്കി നീങ്ങി. വഴിക്കോട്ടയിൽ ആ സമയം പട്ടാളക്കാരും വിപ്ലവകാരികളും തമ്മിൽ പൊരിഞ്ഞ ലഹള നടക്കുകയായിരുന്നു. ജയം ഏതാണ്ട് പട്ടാളക്കാർക്ക് അനുകൂലമായിരുന്നു. എങ്കിലും അവസാനത്തെ പോരാളി മരിക്കുന്നതുവരെ പൊരുതുമെന്ന ചിന്തയിലായിരുന്നു വിപ്ലവകാരികൾ. മരിയൂസ് അവരുടെ മുൻപന്തിയിൽ തന്നെയുണ്ടായിരുന്നു. പെട്ടെന്നു ഗൗരോഷ് കുട്ടി മരിയൂസിനരികിലെത്തി. താൻ കത്തവിടത്തെ ഗേറ്റ് കാവൽക്കാരന് കൈമാറിയിട്ടുണ്ടെന്ന് അറിയിച്ചുകൊണ്ട് വിപ്ലവകാരികളുടെ കൂടെ തന്നെ ആ ലഹളയ്ക്കു നടുവിൽ അവൻ നിന്നു. ഗൗരോഷ് കുട്ടി തെനാർദിയരുടെ ഇളയ മകനായിരുന്നു. അതുകൊണ്ട് തന്നെ അവനോട് മരിയൂസിന് ഇഷ്ടവുമായിരുന്നു. പട്ടാളക്കാർ ലഹളക്കാർക്കു നേരെ വെടിയുതിർത്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഗൗരവം മനസ്സിലാക്കാതെയാണ് ഗൗരോഷ് ഈ മുതിർന്നവരുടെ കൂടെ കൂടിയിട്ടുള്ളത്. ഗൗരോഷിനെ സമരമുഖത്തുനിന്നും പിന്തിരിപ്പിക്കുവാൻ മരിയൂസ് പരമാവധി ശ്രമിച്ചിട്ടും സാധിച്ചില്ല. ഒടുവിൽ ഏതോ ഒരു പട്ടാളക്കാരന്റെ വെടിയുണ്ട ആ കൊച്ചുകുട്ടിയുടെ ശരീരത്തിൽ തുളഞ്ഞുകയറി. മരിയൂസ് അവിടെയും തോൽക്കുകയായിരുന്നു. ഗൗരോഷ് കുട്ടി മരിച്ചു വീണു. ഇതിനിടയിൽ വിപ്ലവകാരികളുടെ കൂടെ കൂടി ഴാങ് ലഹളയിൽ പങ്കെടുത്തു. പട്ടാളക്കാരെ തന്ത്രപൂർവം ചെറുക്കുവാനുള്ള വഴികൾക്കു ഴാങ് നേതൃത്വം നൽകി. മിക്ക വിപ്ലവകാരികളും ഴാങ്ങിന്റെ ബുദ്ധിസാമർഥ്യത്തിൽ രക്ഷപ്പെട്ടു. അവർക്കു ഴാങ്വാൾ ഴാങ്ങിനോട് തീരാത്ത കടപ്പാട് തോന്നി. ഈ സമയം സമരക്കാരുടെ ബന്ധനത്തിലായിരുന്നു ഇൻസ്പെക്ടർ റാവർ. അവർ അയാളെ വെടിവെച്ചു കൊല്ലുവാൻ തന്നെ തീരുമാനിച്ചു. അവരുടെ മനോഗതം മനസ്സിലാക്കിയ ഴാങ്വാൾ ഴാങ് റാവേറെ കൊല്ലുവാനുള്ള അനുവാദം ചോദിച്ചു വാങ്ങി. ആ മനുഷ്യന്റെ കഥ ഞാൻ കഴിക്കാം, ഴാങ് പറഞ്ഞു. തൂണിൽ കെട്ടിയിട്ടിരുന്ന റാവർ തലയുയർത്തി ഴാങ്വാൾ ഴാങ്ങിനെ ഒന്നു നോക്കി. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഴാങ്വാൾ ഴാങ് റാവേറിന്റെ കെട്ടഴിച്ചു. ഴാങ്ങിന്റെ കയ്യിൽ ഒരു നിറത്തോക്കുണ്ടായിരുന്നു. ഴാങ് മുന്നിലും റാവേർ പിന്നിലുമായി നടന്നകലുന്നത് വഴിക്കോട്ടക്കരികിൽ നിന്നുകൊണ്ട് മരിയൂസ് നോക്കിക്കണ്ടു. നടന്നു നടന്ന് ഴാങ്ങും റാവേറും ഒരു വിജന സ്ഥലത്തെത്തി. അവരല്ലാതെ മറ്റാരും തന്നെ അവിടെയുണ്ടായിരുന്നില്ല. റാവേർ, ഇതു ഞാനാണ്, ഴാങ്വാൾ ഴാങ് പറഞ്ഞതു കേട്ട് റാവേർ പറഞ്ഞു. നിങ്ങൾക്കു പകരം വീട്ടാം. ഴാങ് തന്റെ പോക്കറ്റിൽ നിന്ന് ഒരു മടക്കുകത്തിയെടുത്തു നിവർത്തി. കത്തി തന്നെയാണ് നിങ്ങൾക്ക് ഏറ്റവും യോജിച്ചത്, റാവേർ ഴാങ്ങിനോട് പറഞ്ഞു. ഒന്നും മിണ്ടാതെ ഴാങ്വാൾ ഴാങ് റാവേറിന്റെ നെഞ്ചിലും കാലിലുമുള്ള കെട്ടുകളെല്ലാം അറുത്തുമാറ്റി. നിങ്ങൾക്കു പോകാം. ഒരു സാഹചര്യത്തിലും അടിപതറാത്ത റാവേർ സ്തബ്ധനായിപ്പോയി. തന്നെ നോക്കിക്കൊണ്ടുനിന്ന റാവേറിനോട് ഴാങ്വാൾ ഴാങ് വീണ്ടും പറഞ്ഞു. ഈ യുദ്ധത്തിൽ നിന്നും ഞാൻ രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല. അഥവാ അങ്ങനെ സംഭവിച്ചാൽ റൂദ്ലോം അർമയിൽ 7-ാം നമ്പർ വീട്ടിൽ ഞാനുണ്ടായിരിക്കും. മേൽവിലാസം ഒന്നും കൂടി ഓർമ്മിച്ചെടുത്ത് നടക്കുന്നതിനിടയിൽ റാവേർ
തിരിഞ്ഞു നിന്നു പറഞ്ഞു, നിങ്ങൾ എൻ്റെ സ്വസ്ഥത നശിപ്പിച്ചിരിക്കുന്നു. ദയവായി എന്നെ കൊന്നുകളയൂ. ഴാങ് ഴാവേറിനെ ദൂരേക്ക് ആട്ടിയകറ്റി. എന്നിട്ട് ആകാശത്തേക്കൊരു വെടിവെച്ചു. അതിനുശേഷം വഴിക്കോട്ടയിൽ തിരിച്ചെത്തി വിപ്ലവകാരികളോട് പറഞ്ഞു, അതു കഴിഞ്ഞു. ഈ സമയം പട്ടാളക്കാർ വഴിക്കോട്ട വളഞ്ഞ് കലാപകാരികൾക്കു നേരെ വെടിയുതിർത്തു. മരിയൂസിന്റെ തോളലിൽ വെടിയുണ്ട പാഞ്ഞു കയറി. തല കറങ്ങി വീഴാൻ പോയ മരിയൂസിനെ ഴാങ് താങ്ങി. മരിയൂസിന്റെ ബോധം നശിച്ചിരുന്നു. മരിയൂസിനെ താങ്ങി ഴാങ് കുറച്ചു ദൂരം നടന്നു. പണ്ട് കൊസേത്തിനെയും താങ്ങി നടന്നതുപോലെ. മുന്നോട്ടു പോകാനിനി മാർഗമൊന്നും കാണുന്നില്ല. എന്തു ചെയ്യും? ഴാങ് നിലത്തേക്കു ശ്രദ്ധയോടെ നോക്കി. താഴെ ചപ്പുചവറുകൾക്കിടയിൽ ഒരഴിവാതിൽ കണ്ടു. അത് പാരീസിലെ അഴുക്കുചാലുകളിൽ ഒന്നായിരുന്നു. മരിയൂസിനെ തോളിലേറ്റി തന്റെ അരയോട് ചേർത്തുകെട്ടി ഴാങ് 10 അടിയോളം ആഴത്തിലുള്ള ആ കാനയിലേക്ക് ഇറങ്ങി. ദുർഗന്ധം വമിക്കുന്ന ചാലിലൂടെ ഴാങ് മെല്ലെ മെല്ലെ മരിയൂസിനെയും കൊണ്ട് നടന്നു നീങ്ങി. കുറെ ദൂരം ചെന്നപ്പോൾ ചെളിവെള്ളം കൂടിക്കൂടി വരുവാൻ തുടങ്ങി. അത് ഴാങ്ങിന്റെ നെഞ്ചോളമെത്തി. അദ്ദേഹം മരിയൂസിനെ പൊക്കിപ്പിടിച്ചു. മടങ്ങിപ്പോയാലോ? പക്ഷേ തിരികെ വഴിക്കോട്ടയിൽ തന്നെയല്ലേ എത്തുക? ഴാങ് മുന്നോട്ടു തന്നെ നടന്നു. വെള്ളം വായിൽ കയറുമെന്ന നിലയിലായി. പെട്ടെന്നു കൽവിരിയിൽ കാലു തട്ടി. അതിൽ ചവിട്ടി കയറി നിന്നപ്പോൾ ചാലിന്റെ മുകളിലൊരു ഇരുമ്പുകുഴൽ. അതിലൂടെ അരണ്ട വെളിച്ചം കാനയിലേക്ക് വരുന്നുണ്ടായിരുന്നു. ഴാങ് മരിയൂസിനെ ചുവരിൽ ചാരി നിർത്തി. മരിയൂസിന്റെ ഷർട്ട് നേരെയാക്കുന്നതിനിടയിൽ ഒരു പോക്കറ്റ് പുസ്തകം ശ്രദ്ധയിൽപ്പെട്ടു. ഴാങ് അത് തുറന്നു വായിച്ചു. എൻ്റെ പേര് മരിയൂസ് പോങ് മേഴ്സി എന്നാണ്. എൻ്റെ ശവം റ്യൂ ദെ ഫിൽദ്യൂ കൽവേറിൽ 6-ാം നമ്പർ വീട്ടിലുള്ള ഗിൽനോർമാൻ മുത്തച്ഛന് എത്തിച്ചു കൊടുക്കണം. പുസ്തകം മരിയൂസിന്റെ പോക്കറ്റിൽ തിരികെ വെച്ച ശേഷം വീണ്ടും ഴാങ് മരിയൂസിനെയും എടുത്ത് നടന്നു തുടങ്ങി. 100 അടിയോളം ചെന്നപ്പോൾ അകലെ നിന്ന് പകൽ വെളിച്ചം ഓവുചാലിലേക്ക് വരുന്നതു കണ്ടു. ആ തുരങ്കം പുഴയോരത്ത് അവസാനിക്കുകയാണ്. ഴാങ് നടപ്പിന്റെ വേഗത കൂട്ടി. പക്ഷേ അവിടെയൊരു ഇരുമ്പഴി വാതിൽ കൊണ്ട് ബന്ധിച്ചിരിക്കുന്നു. അത് താഴിട്ടും പൂട്ടിയിട്ടിരിക്കുന്നു. ഴാങ് ശക്തിയോടെ വാതിൽ പിടിച്ചു വലിക്കുവാൻ തുടങ്ങി. ഒന്നനങ്ങുന്നതുപോലുമില്ല. ദൈവമേ, ഇതുവരെ ചെയ്ത പ്രയത്നമൊക്കെ വെറുതെയായി പോകുമോ? ഴാങ്ങിന്റെ ഉള്ളിൽ നിരാശയുണർന്നു. പെട്ടെന്ന് ഴാങ്ങിന്റെ ചുമലിലാരോ സ്പർശിച്ചു. തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരാൾ. പകുതി പങ്ക് എനിക്ക്. വെറുതെ ശവം പുഴയിലിട്ടാൽ അത് പൊങ്ങിക്കിടക്കും. കല്ലുകെട്ടിയിടണം. ഞാൻ സഹായിക്കാം. പക്ഷേ കിട്ടുന്നതിൽ പാതി എനിക്കു തരണം. അയാൾ പറയുകയാണ്. ഴാങ്ങിനു ആളെ മനസ്സിലായി. തെനാർദിയർ. പക്ഷേ തന്നെ അയാൾക്കു മനസ്സിലായിട്ടില്ല. ഒരാളെ കൊന്ന് പണം അപഹരിച്ച് ശവം പുഴയിൽ തള്ളുവാൻ പോവുകയാണെന്നാണ് അയാൾ കരുതിയിട്ടുള്ളത്. പക്ഷേ എങ്ങനെ പുറത്തു കടക്കും? അതിനു വഴിയുണ്ട്. പാതി പണം
എനിക്കു തരാമെങ്കിൽ ഈ വാതിൽ ഞാൻ തുറന്നു തരാം. തെനാർദിയർ പോക്കറ്റിൽ നിന്നും താക്കോലെടുത്തു. ഴാങ്ങിന് സമാധാനമായി. വാതിൽ തുറക്കുന്നതിന് മുമ്പ് തെനാർദിയർ അവരുടെ പോക്കറ്റുകൾ തപ്പി. 30 ഫ്രാങ്ക് കിട്ടി. ഈ നിസാര തുകയ്ക്കാണോ നിങ്ങൾ ഇയാളെ കൊന്നത്? ഴാങ് ഒന്നും മിണ്ടിയില്ല. ആ ഇരുമ്പഴി വാതിൽ ഴാങ്വാൾ ഴാങ്ങിന് തുറന്നു കൊടുക്കുന്നതിനിടയിൽ മരിയൂസിന്റെ ഷർട്ടിൽ നിന്നും ഒരു കഷ്ണം തെനാർദിയർ കീറിയെടുത്തു. ഴാങ് അത് അറിഞ്ഞതുമില്ല. വാതിൽ തുറന്ന് ഴാങ്വാൾ ഴാങ്ങിനെ പുറത്താക്കി വീണ്ടും അയാൾ വാതിലടച്ചു. സന്ധ്യാസമയമായിരിക്കുന്നു. ശുദ്ധവായു കിട്ടിയപ്പോൾ ഴാങ്ങിന് ആശ്വാസം തോന്നി. ഴാങ്വാൾ ഴാങ് മരിയൂസിനെ പുഴവക്കത്തു കിടത്തി മുഖത്ത് അല്പം വെള്ളം തെളിച്ചു. പക്ഷേ ബോധം തെളിഞ്ഞില്ല. കുറച്ചു നേരം അവിടെയിരുന്ന് വീണ്ടും മരിയൂസിനെ തോളിലേറ്റാൻ നോക്കുമ്പോൾ പിന്നിലൊരു കാൽപെരുമാറ്റം. അതാ വീണ്ടും ഇൻസ്പെക്ടർ റാവർ. തടവു ചാടിയ തെനാർദിയറും കൂട്ടരും ഓടയിൽ ഒളിച്ചിട്ടുണ്ടെന്ന വിവരമറിഞ്ഞ് അവരെ പിടികൂടാൻ പുഴയോരത്ത് കാത്തു നിൽക്കുകയായിരുന്നു റാവർ. പക്ഷേ ഴാങ്വാൾ ഴാങ്ങിനെ റാവറിന് മനസ്സിലായില്ല. ആരാണത്? ഞാൻ. ആരാണ് ഞാൻ? ഴാങ്വാൾ ഴാങ്. റാവർ ഴാങ്ങിന്റെ കഴുത്തിന് പിടികൂടി. ഇൻസ്പെക്ടർ, ഞാൻ നിങ്ങളുടെ കൂടെ വരാം. അതിനു മുമ്പ് ഇയാളെ അയാളുടെ വീട്ടിലൊന്ന് ഏൽപ്പിക്കണം. റാവർ ഒന്നും മിണ്ടിയില്ല. അയാൾ അവിടെ കാത്തു കിടന്നിരുന്ന ഒരു കൂലിവണ്ടിയെ വിളിച്ചു. 3 പേരും മരിയൂസിന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. അവിടെ എത്തിയപ്പോൾ റാവർ ഇറങ്ങി ഗേറ്റ് കാവൽക്കാരനെ വിളിച്ചുണർത്തി. മരിയൂസിനെ വീട്ടിനുള്ളിലേക്കു കിടത്തി. അതിനുശേഷം 2 പേരും തിരികെ വണ്ടിയിൽ കയറി. എനിക്കൊരു സഹായം കൂടി ചെയ്തു തരണം. എൻ്റെ വീട്ടിലൊന്നു പോകണം, ഴാങ്വാൾ ഴാങ് പറഞ്ഞു. വണ്ടിക്കാരൻ റിയൂദ്ലോം അർമേയിൽ 7-ാം നമ്പർ വീട്. പിന്നീട് അവരൊന്നും സംസാരിച്ചില്ല. വണ്ടി വീട്ടുപടിക്കലെത്തിയപ്പോൾ 2 ആളും ഇറങ്ങി. റാവർ വണ്ടിക്കാരനെ വിട്ടു. ശരി, ഞാനിവിടെ നിൽക്കാം, നിങ്ങൾ പോയി വരൂ. ഴാങ് മെല്ലെ തൻ്റെ വീടിനുള്ളിലേക്കു കയറി. അല്പനേരം കഴിഞ്ഞ് ജനലിൽ കൂടി പുറത്തു നോക്കിയപ്പോൾ അവിടെയെങ്ങും ആരുമില്ലായിരുന്നു. റാവർ നിന്നിടം ശൂന്യമായിരുന്നു. റാവർ സെയിൻ നദിയുടെ നേരെ നടക്കുകയായിരുന്നു. അയാൾ ആകെ അസ്വസ്ഥനായിരുന്നു. തൻ്റെ ജീവൻ രക്ഷിച്ച ഴാങ്വാൾ ഴാങ്ങിനെ അറസ്റ്റ് ചെയ്യാനോ തൻ്റെ കൃത്യനിർവഹണത്തിൽ നിന്നും പിന്മാറാനോ സാധിക്കുന്നില്ല. വല്ലാത്ത ധർമ്മസങ്കടം. എന്തു ചെയ്യും? സമയം രാത്രി 1 മണിയായി. അയാൾ നദിയുടെ കുറുകെയുള്ള പാലത്തിൽ കയറി നിന്നു. താഴെ സെയിൻ നദി ചീറിപ്പാഞ്ഞൊഴുകുന്നു. റാവർ തൊപ്പിയൂരി പാലത്തിൻ്റെ കൈവരിയിൽ വെച്ചു. ഇനി എല്ലാത്തിൽ നിന്നും മോചനം. റാവർ നദിയിലേക്കു എടുത്തു ചാടി. പാവങ്ങളുടെ 6-ാം ഭാഗം ഇവിടെ സമാപിക്കുകയാണ്. നന്ദി, നമസ്കാരം.